ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയൊരു കറി ഉണ്ടാക്കിയാലോ? ഒരു നാടൻ കറി, മാങ്ങ വെച്ചുണ്ടാക്കുന്നതാണിത്. മാങ്ങ മപ്പാസ്. പലരും ഇത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് മാങ്ങ മപ്പാസിനുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനൊരു വലിയ മാങ്ങ അത്യാവശ്യം കട്ടിക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചു നേരം നല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം വേണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. വലിയ കഷ്ണം ഇഞ്ചി, അതും കുഞ്ഞാക്കി മുറിച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 വറ്റൽമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇറച്ചി മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഉലുവ, കടുക്, കറിവേപ്പില, പിന്നെ 1 മുറി തേങ്ങേന്റെ പാൽ എടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും, പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരുന്ന മാങ്ങയിലേക്ക് എല്ലാ പൊടികളും ഉപ്പും വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം ആദ്യം. ഇതിപ്പോ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കടുക് പൊട്ടി ഉള്ളി വഴഞ്ഞു വരുന്നത് വരെ ഇത് മാറ്റി വെക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. അത് കൂടുതൽ ചേർത്തതാണ്, അതാണ് ഇതിന്റെ ടേസ്റ്റ്. അതുപോലെ വിനാഗിരിയും ഇതിൻ്റെ അകത്ത് ഒഴിവാക്കരുത്. ഈ 2 സാധനങ്ങളുമാണ് നമ്മുടെ മപ്പാസിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ 2 സാധനങ്ങൾ കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് ഉരുവയൊക്കെ പൊട്ടി കഴിഞ്ഞതിൻ്റെ അകത്തൊക്കെ നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നന്നായിട്ട് നമ്മുടെ വഴണ്ടുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ അകത്തേക്ക് നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ഞാൻ നമ്മൾ മാങ്ങ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രം ഒന്ന് കഴുകിയിട്ടാണ് കുഴച്ചിരിക്കുന്നത്. ഈ 2-ാം പാലിൽ ഇട്ടിട്ടാണ് നമ്മുടെ മാങ്ങ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് മാങ്ങ വേവുന്നത് വരെ നമ്മളിത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ മാങ്ങയൊക്കെ നന്നായി വെന്തിട്ട് ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ മാത്രമേ പാടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് ഈ സമയത്ത് കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങയുടെ പുളി നന്നായി അങ്ങ് ഇറങ്ങും. ആ സമയത്ത് ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആ പുളി ഇറങ്ങുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെടും. ഇനി നമുക്കിന്റെ തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്റെ തീ ഓഫ് ആക്കാം. ഇത്രയും മാത്രം വന്നാൽ മതി, കൂടുതലാക്കണ്ട. നമ്മുടെ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് മാങ്ങ മപ്പാസ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഉപയോഗിച്ച് തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.